ഹലോ, ഞാനിന്ന് ഡ്രസ്സിനെ കുറിച്ചിട്ട് പറയാനോ ഡ്രസ്സിൻ്റെ വീഡിയോ കാണിക്കാനോ അല്ല കേട്ടോ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ മെയിനായിട്ട് വേണ്ടത് ബിസിനസ് ഐഡിയ. പിന്നെ ആ ബിസിനസ്സിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ വേണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വേണം. പിന്നെ കുറച്ച് നമ്മളെ കയ്യിൽ അത്യാവശ്യം കാശ് വേണം. ഇതൊന്നല്ല പ്രധാനം കേട്ടോ. നമ്മളെ ആ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് അതിന് പറ്റിയ നല്ല സ്റ്റാഫുകളെ വേണ്ടത്. സ്റ്റാഫുകൾക്ക് ആത്മാർത്ഥത അല്ലാന്നുണ്ടെങ്കിൽ ആ ബിസിനസ് വിജയിക്കില്ല. നമ്മൾ വിരുന്നുകാരെ പോലെയാണ് ആ ഷോപ്പിലുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു വിരുന്നുകാരെ പോലെ എപ്പോഴേലും വരും പോകുമ്പോൾ അങ്ങനെയുള്ളൂ. ഫുൾ ടൈമിൻ്റെ സ്റ്റാഫുകളായിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇതായിരിക്കണം ഒരാൾ അല്ലേ, അങ്ങനെയല്ല സിന്ധു? ഒരാൾ ലീവാട്ടോ, ഒരാളും കൂടി ഉണ്ട്, മെയിനായിട്ട് ഒരാളും കൂടി ഉണ്ട്. മുപ്പത്തേര് ലീവാണ്. പിന്നെ നൈറ്റിൽ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ല ആത്മാർത്ഥമുള്ള കുട്ടികൾ തന്നെ കേട്ടോ. നല്ല എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. കറക്റ്റ് കണക്കുകളൊക്കെ കാര്യമായിട്ട് കറക്റ്റായിട്ട്. പിന്നെ ഒരു കസ്റ്റമർ മിസ്സായ അവർക്ക് ടെൻഷനാണ്, ബിസിനസ് കുറഞ്ഞ അവർക്ക് ടെൻഷനാണ്, എന്നേക്കാളും ടെൻഷനാണ് അവർക്ക്. താത്ത അന്ന് ബിസിനസ് കുറവ് എന്താ ചെയ്യാല്ലേ, എന്താണെന്നാവല്ലേ. അപ്പം ഞാൻ പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്, അത് എന്ത് ബിസിനസ്സാണേലും അതിൻ്റേതായൊരു ചില സമയങ്ങളിൽ കുറവുണ്ടാവും. നല്ല മഴയൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ബിസിനസ് കുറവാകും. അന്നൊക്കെ ഫുള്ള് മഴയാണ്, എന്നൊന്നും കാര്യമായിട്ട് കച്ചവടമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ടൈം ഉണ്ടാവും. എന്നും നമ്മളെ ഷോപ്പിലേക്ക് ഇങ്ങനെ ആൾ കയറി വരണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അവരെ പറഞ്ഞ് സമാധാനപ്പെടുത്തും. പക്ഷെ അവർക്ക് എന്നും ടെൻഷനാണ്, എന്താ ചെയ്യാലേ, കച്ചവടം കുറവല്ലേ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയും അതൊന്നും കുഴപ്പമാക്കണ്ട, എന്നും നമുക്ക് നല്ല കച്ചവടം കിട്ടിക്കോളണമെന്നില്ലല്ലോ. ഓരോ സാഹചര്യങ്ങളും ഓരോ ദിവസം ഓരോ പോലെയല്ലേ എന്ന് പറയും. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഉണ്ട്, ഇത്ര ബഡ്ജറ്റ്. ആ ഒരു ബഡ്ജറ്റിൻ്റെ മുകളിൽ ഞാൻ കച്ചവടമായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അവർക്ക് അന്ന് ഫുൾ ട്രീറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് തുടക്കം മുതലുള്ള 2 സ്റ്റാഫുകളാണ്, ഒരു സിന്ധു ഒരു ഷീബി. എൻ്റെ ഷോപ്പിൻ്റെ തുടക്കം മുതലുള്ള കേട്ടോ. അതിൽ ഒരാൾ ലീവാണ്, ഒരാൾ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ സ്റ്റിച്ച് ചെയ്യും, കസ്റ്റമർ വരുമ്പോൾ എന്താ പറയുക സെയിൽ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോഴാണ് ഞങ്ങൾ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ രാത്രി ഒരു മുസ്ലിം കുട്ടി നിൽക്കുന്നുണ്ട്, അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് അവൾ നൈറ്റ് വരും. അങ്ങനെ പിന്നെ ഒരു മെയിനായിട്ട് എനിക്കൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഒരു അപ്പു. അവനിപ്പോൾ ജോലിയായിട്ട് ഇവിടുന്ന് പോകും, അവനും പഠിക്കുമായിരുന്നു. അവനിപ്പോൾ എന്താ പറയുക ജോലി കിട്ടിയിട്ട് അവിടെ നിന്ന് പോയി. പക്ഷേ ഞങ്ങളിപ്പോഴും ആദ്യം മുതലേ ഇവിടെ ഉള്ള കുട്ടികൾ എനിക്ക് കോൺടാക്റ്റ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്, എപ്പോഴും വിളിക്കും, ഇവിടെ വന്നാൽ വരും, എന്നെ കാണാൻ വരും, ഞാൻ ഇവിടെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരും. അങ്ങനെയൊക്കെ നല്ല നമ്മൾ സ്റ്റാഫിനോട് എങ്ങനെ നിൽക്കണ് അതിനനുസരിച്ചിട്ട്, നമ്മൾ സ്റ്റാഫിനോട് നിൽക്കുന്നതിനനുസരിച്ചിട്ടാവും അവർ നമുക്ക് ഇങ്ങോട്ടും ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അവർ രാവിലെ അവരെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, വൈകുന്നേരം വരെ ഷോപ്പിലാണ്. അവരിപ്പോൾ വീട്ടിൽ നിൽക്കണ പോലെ തന്നെയല്ലേ, അവരെ വീട് ഇവിടെ എന്നുള്ളതല്ലേ. ഇവിടെ നമ്മൾ അവരോട് നേരങ്ങത്തിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിന് വിഷമം. ഒരു കസ്റ്റമർ ചിലപ്പോൾ മിസ്സായി എന്ന് വരും, അതിനൊക്കെ നമ്മളിങ്ങനെ ദേഷ്യപ്പെടുക ഇതാകുക അങ്ങനെയൊന്നും അതും പറ്റില്ല. അതൊക്കെ അവർക്ക് അവരെ കഴിവിനനുസരിച്ച് അവർ നോക്കുന്നുണ്ടല്ലോ. അപ്പം നല്ല സ്റ്റാഫുകളെ എന്താ പറയുക കണ്ടുപിടിച്ചിട്ട് എന്ത് ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നല്ല വിശ്വാസമുള്ള സ്റ്റാഫുകളെ വെക്കുക. സ്റ്റാഫുകളാണ് നമ്മളെ ഏത് വിജയത്തിൻ്റെയും മുന്നിൽ വരിക കേട്ടോ. അല്ലാതെ നമ്മളവിടെ കുറേ കാശ് ഇറക്കിയിട്ടൊന്നും കാര്യമില്ല. സ്റ്റാഫുകൾക്ക് ആത്മാർത്ഥത വേണം. ഓക്കേ.